ഇന്ന് നമുക്ക് ആലു പൊറോട്ട ഉണ്ടാക്കാം. അതിനുവേണ്ടി 2 പൊട്ടാറ്റോ നന്നായി വേവിച്ച് തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ഉടച്ചെടുക്കാം. അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് മല്ലിയില, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ നന്നായി ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പൊട്ടാറ്റോയുടെ മിക്സ് കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 4-5 മിനിറ്റ് വഴറ്റിയെടുക്കാം. അവസാനമായി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അജ്വൈൻ കൂടി ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പൊട്ടാറ്റോ ഫില്ലിംഗ് റെഡി. ഇനി ചപ്പാത്തിക്ക് ആവശ്യമായി പൊടി കുഴച്ചെടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് ഗോതമ്പ് പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെള്ളവും ചേർത്ത് കുഴച്ചെടുക്കാം. ഇനി 1 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുക്കാം. ഈ മാവ് ഒരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ ചപ്പാത്തിക്കുള്ള മാവ് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ബോൾസ് ആക്കി എടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് പൊടിയിട്ടതിന് ശേഷം ബോൾസ് ഓരോന്നായി എടുത്ത് ചെറുതായി കൈവച്ച് പരത്തി കൊടുക്കാം. ഈ മാവിൻ്റെ നടുവിലായി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ശേഷം അരികൊക്കെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇത് സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം. പരത്തുമ്പോൾ അധികം ബലം കൊടുത്ത് പരത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു കട്ടിയിൽ വേണം ചപ്പാത്തി പരത്തിയെടുക്കാൻ. നമ്മുടെ ചപ്പാത്തി എല്ലാം ഞാൻ ഇതുപോലെ ഫില്ലിങ്സ് ഒക്കെ വെച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചൂടായ പാനിലേക്ക് ചപ്പാത്തി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ചപ്പാത്തി ഇട്ട് 2 മിനിറ്റിന് ശേഷം ഇത് തിരിച്ചിടാം. ഇനി ഇതിൻ്റെ മുകളിലായി കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ തിരിച്ച് മറിച്ച് വിട്ട് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ. നമ്മുടെ ഒരു ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആലു പൊറോട്ട റെഡി. ഇത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം.